എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെലീനിയം ഓട്ടോമേഷൻ ഫ്രെയിംവർക്കിനകത്ത് ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് സപ്പോർട്ട് എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളതാണ്. നിലവിൽ നമ്മുടെ ഫ്രെയിംവർക്ക് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ക്രോമിൽ മാത്രമാണ് ഇപ്പം വർക്കാകുന്നത്. ഇനി നമുക്ക് ഫയർഫോക്സിലും എഡ്ജിലും കൂടെ വർക്കാകുന്ന രീതിയിൽ ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് സപ്പോർട്ട് നമ്മുടെ ഫ്രെയിംവർക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ എക്ലിപ്സ് ഐഡിയിൽ SRC മെയിൻ ജാവ എന്ന സോഴ്സ് കോഡിനകത്ത് ഒരു പുതിയ പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ന്യൂ പാക്കേജിന്റെ പേര് com ഡോട്ട് കോൺഫിഗറേഷൻ ഞാൻ കൊടുക്കുകയാണ്. ഈ പാക്കേജിനകത്ത് ഞാനൊരു ബേസ് എന്ന് പറഞ്ഞൊരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ക്ലാസ്സിൽ ഞാൻ വെബ് ഡ്രൈവറിന്റെ ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പബ്ലിക് സ്റ്റാറ്റിക് വെബ് ഡ്രൈവർ ഇനി ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇനി ഈ മെത്തേഡിനകത്ത് ഞാനൊരു സിസ്റ്റം പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുവാണ്. ഇതിന്റെ യൂസേജ് ഞാൻ പറയുന്നതായിരിക്കും. സിസ്റ്റം ഡോട്ട് ഗെറ്റ് പ്രോപ്പർട്ടി എന്നൊരു മെത്തേഡ് ഉണ്ട്. ബ്രൗസർ നെയിം എന്നൊരു പ്രോപ്പർട്ടി കൊടുക്കുവാണ്. ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു വാല്യൂം കൂടി ഞാൻ കൊടുക്കുവാണ്. ക്രോം എന്ന് കൊടുത്തു. അതൊരു വേരിയബിളിലേക്ക് സ്ട്രിംഗ് ആയിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സ്ട്രിംഗ് ബ്രൗസർ ഈക്വൽ ടു സിസ്റ്റം ഡോട്ട് ഗെറ്റ് പ്രോപ്പർട്ടി ബ്രൗസർ നെയിം ക്രോം. ഈ ബ്രൗസർ നെയിമിന് വാല്യൂ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ കൂടെ മേവൻ യൂസ് ചെയ്ത് പാസ് ചെയ്യും. ഒരു വാല്യൂം പാസ് ചെയ്യാത്ത കേസിൽ mbn ക്ലീൻ ടെസ്റ്റ് എന്നുള്ള കമാൻഡ് മാത്രമാണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്രോം എന്നുള്ള വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. ഇനി ഞാനൊരു if else കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. if ബ്രൗസർ ഡോട്ട് ഈക്വൽ ഇഗ്നോർ കേസ് യൂസ് ചെയ്യണം. അതായത് കേസ് സെൻസിറ്റീവ് ആകാത്ത രീതിയിൽ വാല്യൂ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിന് പാസ് ചെയ്യാം. അതായത് സ്മോൾ ലെറ്ററിലും ക്യാപിറ്റൽ ലെറ്റർ പാസ് ചെയ്താലും വാല്യൂ കറക്റ്റായിട്ട് എടുത്തോളും. ക്രോം എന്ന് കൊടുക്കുന്നു. ഡ്രൈവർ ഈക്വൽ ടു ന്യൂ ഫ്രോം ഡ്രൈവർ. അതുപോലെ ഇനി നമ്മൾ ഫയർഫോക്സിനും എഡ്ജിനും കൂടെയുള്ള കോഡ് ആഡ് ചെയ്യുവാണ്. എൽസീഫ് ആക്കുന്നു. ക്രോം എന്നുള്ളത് മാറ്റി ഫയർഫോക്സ് ആക്കുന്നു. ഇവിടെ ക്രോം ഡ്രൈവർ എന്നുള്ളത് ഫയർഫോക്സ് ഡ്രൈവർ ആക്കുന്നു. ഫയർഫോക്സ് ഡ്രൈവർ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ക്രോം എന്നുള്ളത് മാറ്റി എഡ്ജ് ആക്കുന്നു. ക്രോം ഡ്രൈവർ എന്നുള്ളത് എഡ്ജ് ഡ്രൈവർ ആക്കുന്നു. അതിനുശേഷം ഇമ്പോർട്ട് ചെയ്യുന്നു എഡ്ജ് ഡ്രൈവർ. ഇനി ഈ വാല്യൂസ് ഒന്നും അല്ല പാസ് ചെയ്യുന്നതാണെങ്കിൽ ഇൻവാലിഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ആഡ് ചെയ്യുവാണ്.
ഇനി നമുക്ക് ബേസ് ടെസ്റ്റിൽ നിന്ന് ഇത്രയും ഭാഗം കോപ്പി ചെയ്യാം. അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ബേസ് ടെസ്റ്റിൽ ഇത്രയും ഭാഗം ഞാൻ കമൻ്റ് ഔട്ട് ചെയ്യുവാണ്. അതുപോലെ വെബ് ഡ്രൈവറിൻ്റെ ഒബ്ജക്റ്റ് റെഫറൻസും കമൻ്റ് ഔട്ട് ചെയ്തു. അതിനുശേഷം ബേസ് ടെസ്റ്റ് ബേസ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യിക്കാൻ പോവുകയാണ്. എക്സ്റ്റെൻസ് ബേസ് എന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഈ ക്ലാസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. എല്ലാം പോയി. ഇനി ഈ മെത്തേഡ് ബേസ് ടെസ്റ്റ് ക്ലാസ്സിൽ കോൾ ചെയ്യണം. ഇനിഷ്യലൈസേഷൻ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യാം. ഇനി ആവശ്യമില്ലാത്ത ഇമ്പോർട്ടുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടി Ctrl+Shift+O എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ കൂടെ ഇത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ പ്രൊജക്റ്റ് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഈ പ്രൊജക്റ്റിൻ്റെ അകത്ത് പോകുന്നു. അതിനുശേഷം അഡ്രസ് ബാർ CMD ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് മേവൻ്റെ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ യൂസ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി mvn -help എന്നുള്ള കമാൻഡ് ഞാൻ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ മേവൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കമാൻഡ്സ് ലിസ്റ്റ് ചെയ്യുന്നത്. അത് -d എന്നുള്ള ഒരു കമാൻഡ് ഉണ്ട്. അത് യൂസർ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി നമ്മുടെ ബേസ് ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്, ബ്രൗസർ നെയിം എന്ന് പറഞ്ഞാൽ. ഈ ബ്രൗസർ നെയിമിന് നമുക്ക് മേവന് യൂസ് ചെയ്ത് -d എന്ന ആർഗ്യുമെന്റ് യൂസ് ചെയ്ത് വാല്യൂ പാസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇനി mvn clean test എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുകയാണ്. mvn clean test. അതിനുശേഷം -d എന്നുള്ള ആർഗ്യുമെന്റ് പാസ് ചെയ്തു. അതിനുശേഷം ബ്രൗസർ നെയിം ഈക്വൽ ടു ഇതേ പ്രോപ്പർട്ടി തന്നെ കൊടുക്കണം, സ്പെല്ലിംഗ് തെറ്റാതെ. ഞാൻ ഫയർഫോക്സ് എന്ന് കൊടുക്കാൻ പോവാണ്. ഫയർഫോക്സ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ ബ്രൗസറിൻ്റെ വാല്യൂ ഫയർഫോക്സ് ആയിട്ട് മാറും. അപ്പം ഈ ഫയർഫോക്സ് ഡോട്ട് ഈക്വൽ ഇഗ്നോർ കേസ് എന്നുള്ള ഈ ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഫയർഫോക്സ് ഓപ്പൺ ആവും. അതുപോലെ നമ്മൾ എഡ്ജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിലേക്ക് വരും. അങ്ങനെ എഡ്ജ് റൺ ആവും. ക്രോം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു if കണ്ടീഷനിലേക്ക് വരും. ഈ mvn ക്ലീൻ ടെസ്റ്റ് എന്നാണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് -d എന്നുള്ള ആർഗ്യുമെന്റ് യൂസ് ചെയ്തില്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രോം എന്നുള്ള വാല്യൂ എടുത്തോളും. അതാണ് ഈ ഒരു സെക്കൻഡ് പാർട്ടിന്റെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് ഫയർഫോക്സ് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. എൻ്റർ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു. എക്സിക്യൂഷൻ സ്റ്റാർട്ടായി.
എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. ഫയർഫോക്സിൽ 4 ടെസ്റ്റ് കേസും പാസ്സായിട്ടുണ്ട്. ഇനി നമുക്ക് എഡ്ജിലും കൂടെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. അതിനുശേഷം ക്രോമിൽ നോക്കാം. ഫയർഫോക്സ് എന്നുള്ള വാല്യൂ മാറ്റി ഞാൻ എഡ്ജ് ആക്കുന്നു. ക്യാപ്സിൽ കൊടുത്താൽ ഇത് വർക്ക് ആയിക്കോളും. എഡ്ജിലും 4 ടെസ്റ്റ് കേസും പാസ്സായിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോമിലും കൂടെ വെരിഫൈ ചെയ്യാം. ഞാൻ ഇത്തവണ സ്മോൾ കേസും ക്യാപിറ്റൽ കേസും കൂടെ മിക്സ് ചെയ്തുള്ള വാല്യൂ ആണ് പാസ് ചെയ്തിരിക്കുന്നത്. ഈ കേസിലും കറക്റ്റായിട്ട് വർക്ക് ആയിക്കോളും. ഈക്വൽ ഇഗ്നോർ കേസ് എന്നുള്ളത് യൂസ് ചെയ്താലുള്ള ഗുണം ഇതാണ്. ക്രോമിലും വർക്കായി. ഇനി നമ്മൾ mvn ക്ലീൻ ടെസ്റ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്താലും കറക്റ്റായിട്ട് വർക്ക് ആവും. അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീഫോൾട്ട് വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും പിക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ ക്രോം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ക്രോമിലായിരിക്കും റൺ ചെയ്യുക. ഇപ്പം നമ്മളിവിടെ ഫയർഫോക്സ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയർഫോക്സ് വർക്ക് ആവും. ഞാൻ ഇവിടെ ക്രോം എന്നുള്ളത് മാറ്റുവാണ്, എന്നിട്ട് ഫയർഫോക്സ് ആക്കുവാണ്. അപ്പം ഡീഫോൾട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഫയർഫോക്സ് വാല്യൂ വെച്ചായിരിക്കും റൺ ആകുന്നത്. ഞാൻ mvn ക്ലീൻ ടെസ്റ്റ് എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഡീഫോൾട്ട് വാല്യൂ ആയിരിക്കും ആ ഇഫ് കണ്ടീഷനിലേക്ക് വരുന്നത്. നാല് ടെസ്റ്റ് കേസും പാസ്സായിട്ടുണ്ട് ഫയർഫോക്സിൽ. ഈ ഒരു അപ്രോച്ചിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് testnet.xml ഫയൽ റൺ ചെയ്യണമെങ്കിലും ഈ ഫ്രെയിംവർക്ക് കറക്റ്റായിട്ട് വർക്ക് ആയിക്കോളും. അതുപോലെ സെപ്പറേറ്റ് ഓരോ ടെസ്റ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് വർക്കാവും. ഞാൻ ഈ ഫയർഫോക്സ് എന്നുള്ള വാല്യൂ എഡ്ജാക്കി മാറ്റുവാണ്. നിങ്ങൾക്ക് ടെസ്റ്റ് കേസ് ചിലപ്പോൾ മൾട്ടിപ്പിൾ ബ്രൗസേഴ്സിലും വർക്ക് ആകുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കേസിൽ ക്രോമിൽ വർക്ക് ചെയ്തു എന്ന് ഉറപ്പാക്കിയ ശേഷം ബാക്കിയുള്ള ബ്രൗസേഴ്സിലും കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂ മാറ്റി കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഞാൻ ഇവിടെ എഡ്ജിൽ നിന്നാക്കി. അതിനുശേഷം ഞാൻ ഈ testnet.xml ഫയൽ റൺ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ റൺ ചെയ്താലും കറക്റ്റായിട്ട് വർക്ക് ആയിക്കോളും. റൺ as test execute. ഇനി ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആകാൻ പോകുന്ന എഡ്ജിലായിരിക്കും.
4 ടെസ്റ്റ് കേസും പാസ്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് മെത്തേഡ് മാത്രം റൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ബേസ് ക്ലാസ് എഴുതിയിരിക്കുന്ന മെത്തേഡ് വെച്ച് കറക്റ്റായിട്ട് വർക്ക് ആയിക്കോളും. നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഹോം ടെസ്റ്റിലെ ഈ ഒരു പർട്ടിക്കുലർ സ്വാഗ് ലാബ്സ് ഹെഡിങ് ടെസ്റ്റ് എന്നുള്ള മെത്തേഡ് മാത്രം റൺ ചെയ്ത് നോക്കുവാണ്. എഡ്ജിലായിരിക്കും വർക്ക് ആകുന്നത്, കാരണം ബേസ് ക്ലാസ്സിൽ ഇനിഷ്യലൈസേഷൻ എന്ന ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്നത് അതും കറക്റ്റായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് മെത്തേഡ് എഴുതി കഴിഞ്ഞ് എല്ലാ ബ്രൗസറിലും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ജസ്റ്റ് ബേസ് ക്ലാസ്സിൽ വന്ന ശേഷം ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാനിത് തിരിച്ച് എഡ്ജ് എന്നുള്ളത് മാറ്റി ക്രോം ആക്കുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് സപ്പോർട്ട് ഫ്രെയിംവർക്ക് ആഡ് ചെയ്യുന്നത്. ഇതല്ലാതെ പല അപ്രോച്ചുകളുണ്ട്. ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.